നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിംഗ് ഡിബേറ്റ് 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സമസ്ത മേഖലകളിലും ഒരു ന്യൂനപക്ഷമായി മാറുകയാണോ കേരളത്തിലെ ക്രൈസ്തവ സമുദായം? ഈ കഴിഞ്ഞ ദിവസം കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ സമുദായത്തെ ഒരു മൈനോറിറ്റിയായി പ്രഖ്യാപിക്കണം എന്ന ശക്തമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയ്ക്ക് കാരണം? ഇത്തരത്തിലൊരു മൈനോറിറ്റിയായി തീർന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ വളരെ കുറ്റകരമായിട്ടുള്ള വിവേചനം, പക്ഷപാതപരമായിട്ടുള്ള സമീപനം ക്രൈസ്തവ സമുദായം നേരിടുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ പുലർത്തേണ്ട ജാഗ്രത എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് ഇന്നത്തെ സ്പെഷ്യൽ ഈവനിംഗ് ഡിബേറ്റ് 4 മണി ചർച്ച ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകനും പ്രത്യേകിച്ച് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ശ്രീ അമൽ സിറിയക്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ, ഏത് പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ സമുദായത്തെ ഒരു മൈനോറിറ്റിയായി പ്രഖ്യാപിക്കണമെന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിന്മേൽ ചെലുത്തുവാൻ കത്തോലിക്ക കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്? മൈനോറിറ്റിയായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരിക്കുന്നത് ദേശീയ ജനസംഖ്യ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ക്രൈസ്തവർ എന്ന് പറയുന്നത് 2.5% താഴെ മാത്രമാണ്. മൊത്തം മൈനോറിറ്റിയുടെ എണ്ണം എടുത്തു കഴിയുമ്പോൾ ഏതാണ്ട് 17% വരുമെങ്കിലും അതിൽ ക്രൈസ്തവർ ഉൾപ്പെടുന്നത് വളരെ ചെറിയ ശതമാനം മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പ്രഖ്യാപിതമായ അനൗൺസ് ചെയ്യപ്പെട്ട 6 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 5 പേരും കൂടെ ചേർന്നാലും അത് 5% താഴെ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ മൈനോറിറ്റിയുടെ ആ റേഷ്യോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു നിലവാരത്തിൽ നിൽക്കുകയും 13-14% നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ മൈനോറിറ്റിയുടെ കേവലം 5% അടുത്ത് മാത്രം വരികയും ചെയ്യുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂനപക്ഷം എന്ന സംജ്ഞ എവിടെയൊക്കെ ഉപയോഗിച്ചാലും അവിടെയൊക്കെ ഈ ഏറ്റവും ന്യൂനപക്ഷമായ മൈനോറിറ്റി ആയ ആളുകൾ അവിടെ പരിഗണിക്കപ്പെടുന്നേ ഇല്ല. അതിനു പകരം പലപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളിലെ മജോറിറ്റി വിഭാഗത്തിന്റെ താല്പര്യങ്ങളാണ്. അപ്പൊ ന്യൂനപക്ഷത്തിലെ മജോറിറ്റി വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും മിക്കവാറുമുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവരുടെ താല്പര്യങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ ഈ മൈനോറിറ്റി ആയിരിക്കുന്ന വിഭാഗങ്ങൾ കൂടുതൽ പുറകോട്ട് പോവുകയും അവർ ഫലത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിന് വേറെ ചരിത്രത്തിൽ പല ഉദാഹരണങ്ങളും പറയാനായിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ എടുത്താലും ബംഗ്ലാദേശ് എടുത്താലും ഒക്കെ, നമുക്ക് ഈ അഫ്ഗാനിസ്ഥാൻ എടുത്താലും ഒക്കെ കാണാൻ കഴിയുന്നത്, ഒരു കാലഘട്ടത്തിൽ സാമാന്യം ജനസംഖ്യ ഉണ്ടായിരുന്ന 2 ജനസംഖ്യ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് ഒരക്കത്തിലേക്ക് താന്നിരിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം മൈനോറിറ്റിക്കകത്ത് തന്നെ തിരിച്ചറിയപ്പെടുകയും ആ മൈനോറിറ്റി നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുകയും ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് വേറെ കാര്യമുള്ളത്, സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വോട്ടാണ്. എത്ര വോട്ട് കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ എത്ര വോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ പരിഗണിക്കാൻ പോകുന്നത്. അത് ഈ വെറും 2.5% മാത്രമുള്ള ക്രൈസ്തവരുടെ ആ ഒരു സംഖ്യ ഒരു വോട്ട് ബാങ്ക് ആകുന്നില്ല. ഒരു സ്ഥലത്തും വോട്ട് ബാങ്ക് ആകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒരു സമ്മർദ്ദ ശക്തിയായി നിന്നുകൊണ്ട് നേടിയെടുക്കാനായിട്ട് കഴിയുകയില്ല. ഈ സമ്മർദ്ദ ശക്തിയായിട്ട് നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്കുണ്ട്. ഇപ്പൊ പരിവർത്തനത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ വടക്കേ ഇന്ത്യയിൽ ധാരാളമായി വരുന്നുണ്ട്. ഈ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ഓരോന്നും ലക്ഷ്യം വെക്കുന്ന പ്രധാനമായിട്ടും ക്രൈസ്തവരെ തന്നെയാണെന്ന കാര്യത്തിൽ അത് വളരെ പ്രകടമാണ്. കാരണം അത്ര ചെറിയ ജനസംഖ്യയാണ്. അവരെ പബ്ലിക്കായി ആക്രമിച്ചാലും അതല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഉപദ്രവിച്ചാലും ഒന്നും അവർക്ക് പ്രതിരോധിക്കാനുള്ള കഴിവുകളുടെ കാര്യത്തിൽ പരിമിതികളുണ്ട്. വോട്ട് ചെയ്ത് തോൽപ്പിക്കാനോ അല്ലെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനോ ആവശ്യമായിട്ടുള്ള സംഖ്യ അവരില്ലതാനും. അപ്പൊ തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ഇവരെ പൂർണ്ണമായിട്ടും അവഗണിച്ചാലും അല്ല ഏത് രീതിയിൽ അവരെ മാറ്റി നിർത്തിയാലും അത് അവർക്ക് തന്നെ അതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് പറ്റാതെ വരും. ഈ സാഹചര്യത്തിലാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങളൊന്നാണ് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരായിരിക്കണം എന്നുള്ളത്. അതുപോലെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണം എന്നുള്ളത്, നിയമത്തിന് മുമ്പിൽ നിഷ്പക്ഷത ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ പക്ഷപാതപരമായി ഒരു വിഭാഗങ്ങൾ അല്ലെ ഒന്നിലധികം വിഭാഗങ്ങൾ ആനുകൂല്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ
അതിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കണമെങ്കിൽ തീർച്ചയായും മൈക്രോ മൈനോറിറ്റി എന്ന ഒരു വിഭാഗത്തെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളും പരിപാടികളും കൊണ്ടുവരികയും ചെയ്യണം. മൈക്രോ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യാനന്തര ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആകെ ജനസംഖ്യയിൽ നേരിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ശതമാനക്കണക്കിന് പറഞ്ഞാൽ വർധനവല്ല, താഴേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും പ്രതിസന്ധികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും അവരെ ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇത് ബാക്കി എല്ലാ തരത്തിലും, സംവരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അഡ്മിഷനുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത്, ഒരു മൈക്രോ മൈനോറിറ്റിയായി ക്രൈസ്തവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ക്രൈസ്തവർക്ക് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് നൽകി അവരുടേതായ വിഷയങ്ങൾ വേറൊരു അല്പം കൂടി വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കണ്ടുകൊണ്ട് അതിന് പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന തത്വത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ അമലിലേക്ക് വരികയാണ്. നേരത്തെ ഡോക്ടർ ജോസൂട്ടി ജെവിഡിയിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 6 വിജ്ഞാപിത ന്യൂനപക്ഷ വിഭാഗങ്ങളാണുള്ളത്. പക്ഷെ ആനുകൂല്യങ്ങളുടെ വിതരണം എടുത്തു നോക്കുമ്പോൾ അവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇംബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അറിയാതെ സംഭവിക്കുന്നതാണോ? നമുക്കറിയാം 80-20 വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ വിവേചനങ്ങളൊക്കെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുമ്പോൾ വളരെ കൃത്യമാണ് ആരാണ് യഥാർത്ഥത്തിലുള്ള ന്യൂനപക്ഷം. പക്ഷേ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് വളരെ എന്താണ് പറയുന്നത്, ഒരു ഇംബാലൻസ് അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഭരണകൂടങ്ങൾ അറിയാതെ ഇത് സംഭവിച്ചു എന്ന് നമുക്ക് അങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും അമൽ ശ്രീക്ക്? അതുകൊണ്ട് തന്നെയാണ് ഇക്കാലം അത്രയും എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ഭരണഘടനകളെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയുന്നോ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണത തന്നെയാണ് എക്കാലവും നമ്മളിപ്പം ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കാണുന്നത്. പക്ഷെ എക്കാലവും ഞാൻ സൂചിപ്പിക്കുന്നതിൽ ഒരു വ്യത്യാസം ഞാൻ പറയുകയാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആ ഒരു ഭരണഘടനാ ശില്പികളാകട്ടെ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരൊക്കെ ആകട്ടെ, ആ നേതാക്കളിൽ കുറെയൊക്കെ ഒരു രാജ്യനന്മയും ഒരു സാമൂഹ്യ നന്മയും ഒക്കെ നേടിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഒരു നിലവാരത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു സാമൂഹ്യ നീതിയോ അല്ലെങ്കിൽ എന്താ പറഞ്ഞൊരു മനുഷ്യന്റെ നന്മയെ കരുതിയേക്കാൾ ഉപരി സ്വന്തം നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മറുപടി കൂട്ടുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പ്രവണതയ്ക്ക് നമുക്ക് ഈ കാരണങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഈ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി നിൽക്കുന്ന സമൂഹങ്ങളാണ് നമ്മുടെ കേരളത്തില്. നമുക്കറിയാം ക്രിസ്ത്യൻ സമൂഹമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യം ഒട്ടാകെ നമ്മൾ നോക്കുവാണെങ്കിൽ 6 വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്: ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി. ഇതിന്റെ അകത്ത് ശരിക്കും ന്യൂനപക്ഷങ്ങൾ എന്ന് നമുക്ക് പേരിടാൻ സാധിക്കുന്ന ശരിക്കും ഈ ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങളെയാണ്. മുസ്ലിം വിഭാഗം ശരിക്കും പറഞ്ഞ ഒരു 10% മേളിലേക്ക് അവർ രാജ്യത്തെ വളർച്ചയുണ്ട്. കേരളത്തിലാകട്ടെ അവർക്കൊരു 30% അടുത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കെ ഈ രാജ്യത്തിലുള്ള ന്യൂനപക്ഷ ആനുകൂല്യങ്ങള് എല്ലാം തന്നെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമായിട്ട് വീതിക്കുമ്പോഴും കേരളത്തിൽ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വീതിക്കുമ്പോഴും ഒക്കെ ഒരു വിവേചനം നടക്കുന്നതായിട്ട് നമുക്ക് തുറന്നു കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ നടക്കുമ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ ആരും തന്നെ അതിന് പ്രതികരിക്കാൻ വരികയോ അല്ലെങ്കിൽ അതിന് നീതി നടപ്പിലാക്കാൻ വരികയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു പ്രവണത. അതായത് ഒരു നീതിനിഷേധം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ശബ്ദമാകേണ്ടതാണ് ശരിക്കും രാഷ്ട്രീയ നേതൃത്വം. പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളിൽ നീതി നിഷേധങ്ങൾ നടക്കുകയോ അവിടെ അനീതിപരമായിട്ട് ഭരണഘടനാ വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയോ ചെയ്താലും അവിടെ നിശബ്ദത പാലിക്കുന്ന ഒരു ഭരണകൂടത്തെയും ഒരു പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ അപകടവും. എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പുതിയതായിട്ട് നിർവചിക്കണം, അല്ലെങ്കിൽ ന്യൂനപക്ഷം മൈക്രോ മൈനോറിറ്റി ഈ രാജ്യത്ത് ആവശ്യമാണ്, അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകണം അല്ലെങ്കിൽ അവരെ പ്രത്യേകമായി പരിഗണിക്കണമെന്നുള്ള ആവശ്യത്തിന്റെ ഒരു വ്യക്തത വരുന്നത് ഇത്തരത്തിലുള്ള പ്രവണത തന്നെയാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാര്യം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഒട്ടും പരിഗണിക്കാതെ അവരുടെ ഭരണഘടനാ ലംഘന വിഷയങ്ങളിൽ പോലും അവരെ പരിഗണിക്കാതെ നിശബ്ദത പുലർത്തുന്ന ഒരു ഭരണ സംവിധാനമായിട്ട് മാറുമ്പോൾ ഇനി ഇന്ത്യയിൽ ഒരു നിയമം വരിക, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമുക്ക് എന്താ പറയുക ഒരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലെ തന്നെ അങ്ങ് സൂചിപ്പിച്ച 80:20 വിഷയത്തില് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് വന്ന ആ ഒരു വിധി പകർപ്പിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് വരികൾ ഞാനൊന്ന് വായിക്കാം.
ഓർത്തോണം 80:20 എന്ന് പറയുന്ന അനുപാതം കേരള സർക്കാർ സ്വീകരിച്ചു, അല്ലെങ്കിൽ കേരളത്തിൽ സ്വീകരിച്ചിട്ട് ഏകദേശം 10 വർഷത്തിലധികമായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കോടതി വിധിയോടുകൂടെ നമ്മൾ ഇതിനെ ഉന്മൂലനം ചെയ്ത് ആ ഒരു അനുമാനത്തെ ഉന്മൂലനം ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും വർഷത്തോളം, ഏകദേശം ഒരു 10 വർഷത്തോളം ഇത്തരത്തില് ഒരു 500 അല്ലെങ്കിൽ 600 കോടിയോളം രൂപ ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടേണ്ടത് മറ്റൊരു സമൂഹത്തിലേക്ക്, മറ്റൊരു വിഭാഗത്തിലേക്കൊക്കെ ആയിട്ട് വഴിമാറി പോകുന്ന ആ ഒരു അനീതി നിറഞ്ഞ പ്രവണതയെ ഹൈക്കോടതി സൂചിപ്പിച്ചത് ഈ വരികളിലാണ്. ആ വരികളൊന്ന് പ്രത്യേകം ഞാനൊന്ന് പരാമർശിക്കുകയാണ്. Articles 14 and 15 of the Constitution of India are clearly violated by the state government in the matter of the award of scholarships. മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, utter violation of the constitutional mandates contained under Article 14, 15, 29, 30, the state government has issued the impugned orders എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആൻഡ് അൺസപ്പോർട്ടഡ് ബൈ എനി ലോ എന്നുമാണ് ഈ ഒരു ഹൈക്കോടതി വിധിയിൽ പരാമർശിക്കുന്നത്. അതായത് 80:20 അനുപാതം ഇവിടെ സർക്കാർ ചേർത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടേണ്ട ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ നല്ലൊരു ശതമാനം മറ്റൊരു വിഭാഗത്തിലേക്ക് വഴിമാറ്റി വിട്ട്, അല്ലെങ്കിൽ വഴിതിരിച്ച് വിട്ടത് ഒരു ഭരണഘടനയുടെ കടുത്ത ലംഘനമായിരുന്നു. പല തലങ്ങളിലായിട്ട് ആ ഒരു വിധിപ്പകർപ്പ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ വിധിപ്പകർപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ഭരണഘടനാ ലംഘനം തുറന്നു നടന്നിട്ടും അതിനെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് കേണപേക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ചെന്നപ്പോൾ അവരെല്ലാം കൈയൊഴിയുമായിരുന്നു. അങ്ങനെ അവരെല്ലാം കൈയൊഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നമുക്ക് കോടതി ആശ്രയിക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇത്തരത്തില് ന്യൂനപക്ഷമായ ഒരു സമൂഹം നിൽക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധത പോലും ആ സമൂഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുമ്പം ആ സമൂഹത്തിന് അർഹമായ നീതി നേടിത്തരാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം പോലും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഒരു നിയമം നടപ്പിലാകുക തന്നെ വേണം. ആ നിയമത്തിലൂടെ സുരക്ഷിതമായ ഒരവസ്ഥ ഈ സമൂഹങ്ങൾക്ക് ഉണ്ടാകുക തന്നെ വേണം. അതിനൊരു മുന്നൊരുക്കം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ആവശ്യകത ഇവിടെ വരുന്നതും അത് വരേണ്ടതും. കാര്യം അത്തരത്തിലൊരു പ്രത്യേക സുരക്ഷിത കവചം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അതായത് പ്രധാന ന്യൂനപക്ഷങ്ങളായിട്ട് പരിഗണിക്കേണ്ടുന്ന ഈ 5 വിഭാഗം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇനിയും ധാരാളം മതപീഡനങ്ങൾ ഈ സമൂഹങ്ങള് നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ പ്രത്യേകമായ ഒരു മൈക്രോ മൈനോറിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു നിയമം ഈ രാജ്യത്ത് നടപ്പിലാവണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്. ഓക്കെ, ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് ഡോക്ടർ ജോസൂട്ടി ചെവിടിയിലേക്ക് വരികയാണ്. നമുക്കറിയാം, മൈക്രോ മൈനോറിറ്റി ഇപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിൽ മാത്രമാണോ അത് സംഭവിക്കുന്നത്? നമുക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മൈക്രോ മൈനോറിറ്റി അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നൊക്കെ നാം പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് സമസ്ത മേഖലകളിലേക്കും വ്യാപിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ സർക്കാർ ഉദ്യോഗ തലത്തിൽ എടുത്തു നോക്കുമ്പോൾ അവിടെ ക്രൈസ്തവർ മൈക്രോ മൈനോറിറ്റിയായി മാറുന്നു. രാഷ്ട്രീയ മേഖലയിലേക്ക് എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ അവിടെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് മാറുന്നു. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മേഖലകൾ എടുത്തു നോക്കുമ്പോൾ അവിടെ മൈക്രോ മൈനോറിറ്റിയായി മാറുന്നു. ബിസിനസ് മേഖലയിൽ മൈക്രോ മൈനോറിറ്റിയായി മാറുന്നു. അപ്പോൾ ജനസംഖ്യയിൽ ആരംഭിച്ച ഈ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു പ്രതിഫലനം സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു ആശങ്കയല്ലേ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ച്? ഡോക്ടർ ജോസൂട്ടി ചെവിടി. കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ മാത്രമല്ല മൈനോറിറ്റിയുടെ വിഷയത്തിലുള്ളത്. എവിടെയുമുള്ള പ്രാതിനിധ്യങ്ങൾ ഗണ്യമായിട്ട് കുറയുന്നു. പ്രാതിനിധ്യം സർക്കാർ സർവീസിൽ കുറയുന്നു. വിദ്യാഭ്യാസ അതായത് ഗവൺമെന്റ് സീറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന മേഖലകളിൽ വളരെ ഗണ്യമായ കുറവുകൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ പൊതുവിലുള്ള സാമ്പത്തിക നിലയിലെല്ലാം ഈ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ജനസംഖ്യയിലും കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ കുറവിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സംവരണേതര വിഭാഗത്തിലാണ് അവർ വരുന്നത്. സംവരണം ലഭിക്കുന്ന ക്രൈസ്തവർ എന്ന് പറയുന്ന ക്രൈസ്തവരിൽ തന്നെയുള്ള വളരെ ചെറിയ ശതമാനത്തിന് മാത്രമേ സംവരണം ലഭിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം ക്രൈസ്തവരും സംവരണത്തിന് പുറത്താണ്. എന്നാൽ അതേ സമയത്ത് സംവരണ ആനുകൂല്യങ്ങളും മൈനോറിറ്റി ആനുകൂല്യങ്ങളും ഒരേ സമയത്ത് കിട്ടുന്ന മൈനോറിറ്റി വിഭാഗങ്ങൾ ഉണ്ട്. അപ്പൊ തീർച്ചയായും ഇരട്ട ബെനിഫിറ്റ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൈനോറിറ്റി എന്ന നിലയ്ക്ക് ജനസംഖ്യയുടെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് അത് ലഭിക്കും. അതോടൊപ്പം പിന്നോക്കമാണ് എന്ന പേരിൽ, മതപരമായ പിന്നോക്കാവസ്ഥയുണ്ട് എന്നതിന്റെ പേരിൽ മുഴുവൻ മതവിഭാഗങ്ങൾക്കും സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അതേസമയത്ത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നോക്കം അല്ല, അവര് സംവരണേതര വിഭാഗമാണ്. ആ നിലയ്ക്ക് അവർക്ക് ലഭിക്കുന്ന സംവരണങ്ങളോ ആനുകൂല്യങ്ങളോ വളരെ കുറവാണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന ഒരു സാമൂഹ്യമായ ഒരു വലിയ അസന്തുലിതാവസ്ഥയുണ്ട്.
ആ അസന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ തൊട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ആദ്യത്തെ 1000 വരെയുള്ള റാങ്കിൽ 431 ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി പറഞ്ഞ ആളുകളാണ്. 431 പേര് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 17-18% വരുന്ന വിഭാഗത്തിൽ നിന്നും 431 പേര് ആദ്യത്തെ 1000 പേര് വന്നിരിക്കുകയാണ്. ബാക്കി മജോറിറ്റിയും എല്ലാം കൂടി വന്നിരിക്കുന്നതാണ്. ബാക്കി വരുന്ന 431 കഴിഞ്ഞാൽ പിന്നെ എത്ര പേരുണ്ട്? 500 ചില്ലുവാനും ആൾക്കാരല്ലേ ഉള്ളൂ. 569 പേരേ ഉള്ളൂ. അത്രയും ആൾക്കാരാണ് ബാക്കി എല്ലാത്തിൽ നിന്നും കൂടെ വന്നിരിക്കുന്നത്. ഇത്രയും ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് വളരെ വലിയ പ്രോത്സാഹനങ്ങളും ആനുകൂല്യങ്ങളും അവർക്ക് എല്ലാ മേഖലകളിലും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം തീർച്ചയായും അപകടകരമായ രീതിയിലുള്ള സാമൂഹ്യ അസന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ആ സാമൂഹ്യ അസന്തുലിതാവസ്ഥ അത് വലിയ പ്രതിസന്ധികൾ ഭാവിയിൽ സൃഷ്ടിക്കും. അത് സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കിട്ടുകയും അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ആധിപത്യപരമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഇപ്പൊ ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർ വോട്ട് ബാങ്ക് മാറാൻ അവർക്ക് കഴിയും. വോട്ട് ബാങ്ക് ആകുമ്പോൾ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുവാനും ആനുകൂല്യങ്ങൾ കൂടുതൽ മേടിച്ചെടുക്കാനായിട്ട് കഴിയും. ഇത് ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം എടുത്തു കഴിഞ്ഞാലും മൈനോറിറ്റീസിനുമായിട്ടുള്ള സാമ്പത്തിക സഹായത്തിന്റെ ആ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും എല്ലാം ഈ ഒരു പ്രതിസന്ധി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായും സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് നിലനിർത്തിയെങ്കിൽ മാത്രമേ ഒരു സോഷ്യൽ ഫാബ്രിക്, ആ സാമൂഹ്യ ഘടന ആരോഗ്യകരമായി മുന്നോട്ട് വെക്കി പോവുള്ളൂ. അത് ഭൂരിപക്ഷവും അതിൻ്റെ അകത്തൊരു ഘടകമാണ്, ന്യൂനപക്ഷങ്ങളും അതിൻ്റെ അകത്തൊരു ഘടകമാണ്. ന്യൂനപക്ഷ ഭൂരിപക്ഷ ബന്ധവും ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ബന്ധവും രാജ്യത്തിന്റെ പൊതു നിലവാരവും പൊതു സാമ്പത്തികാവസ്ഥയും എല്ലാം ഒരു പരസ്പര ബന്ധിതമായി ഒരു സന്തുലിതാവസ്ഥയിൽ പോകണം. ആ സന്തുലിതാവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മൈനോറിറ്റീസിലെ ന്യൂനപക്ഷങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കുക തന്നെ വേണം. ഓക്കെ, വ്യക്തമാണ്. ഞാൻ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മളെ സമയം അതിക്രമിക്കുന്നു. അമലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാഹചര്യങ്ങൾ വളരെ വ്യക്തമാണ്. കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ വ്യക്തമാണ്. ജനസംഖ്യയിൽ ക്രൈസ്തവർ കുറഞ്ഞു വരുന്നു. പല മേഖലകളിലും പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ സമുദായം ഇനി പുലർത്തേണ്ട ഒരു ജാഗ്രത എന്തൊക്കെയാണ് അമൽ സരീം? തീർച്ചയായിട്ടും ഇതിനകത്ത് ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. പക്ഷെ ഈ അനിവാര്യമായ സമയത്ത് പോലും അതിന് എത്രത്തോളം നേതൃത്വങ്ങൾ ഇതിനകത്തൊരു ജാഗ്രത നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ നേതൃത്വത്തിലുള്ള സംഘടനകളാകട്ടെ, സഭാ സംവിധാനങ്ങളാകട്ടെ, അവിടെയുള്ള നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക നേതൃത്വങ്ങളാണ് പലപ്പോഴും. അതായത് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഒരു വർഷം തിരഞ്ഞെടുക്കുന്നു, അടുത്ത വർഷം അവർ മാറുന്നു, പുതിയ ആൾക്കാർ വരുന്നു. അപ്പൊ അങ്ങനെ യൂണിറ്റ് തലം മുതൽ എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു വാർഷികമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മൂവ്മെന്റ് നമുക്ക് നടത്താനായിട്ട് പലപ്പോഴും സഭാ തലങ്ങളിൽ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പക്ഷെ എങ്കിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൂടുതൽ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ ഈ അടുത്ത വരുന്ന നേതൃത്വം പോലും ഇതിനെപ്പറ്റി അവെയർ ആയിട്ടായിരിക്കും ആ തലങ്ങളിലേക്ക് എത്തുക. അത്തരത്തിലൊരു പ്രവണതയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മൾ താഴ്ത്തട്ട് മുതൽ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പഠന ക്യാമ്പുകളൊക്കെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നടത്തി താഴെ മുതൽ ഏകദേശം നമുക്കറിയാം, ഏകദേശം ഒരു 10-60 ലക്ഷം ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ടെങ്കിൽ നല്ല ഈ ഒരു വിഷയത്തെ പറ്റി അല്പമെങ്കിലും ജ്ഞാനമുള്ളത് വളരെ ഒരു 1000-ൽ താഴെയോ അല്ലെങ്കിൽ 10,000-ൽ താഴെയോ ആളുകളായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അത് ലക്ഷങ്ങളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കൃത്യമായ ഒരു ഫലം ഇതിനകത്ത് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ആ നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രയത്നം സഭാ സമൂഹം അല്ലെങ്കിൽ നേതൃത്വം കൃത്യമായി ഇതിനകത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതൊരു സെക്കൻഡറി കാര്യമോ ടെർഷറി കാര്യമോ അല്ലെങ്കിൽ പരിഗണിക്കേണ്ട കാര്യമല്ലാതെ നമ്മൾ മാറ്റിവിടുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ അപകടം. ഇതിന്റെ അപകടം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിനെയും കഞ്ഞികുടിയിലേക്ക് തന്നെ എത്തുന്ന കാര്യങ്ങളാണ്. അതായത് സംവരണം, ന്യൂനപക്ഷ ആനുകൂല്യം, സർക്കാർ സഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കഞ്ഞികുടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അവന്റെ അടിസ്ഥാനപരമായിട്ട് അവന്റെ ഒരു ജീവിത നിലവാരം മുന്നോട്ട് പോകണമെങ്കിലോ അവന്റെ മക്കൾക്ക് നല്ലൊരു പഠനം കിട്ടണമെങ്കിലോ അവനൊരു ജോലി കിട്ടണമെങ്കിലോ അവരുടെ വീട്ടില് ഒരു സുഭിക്ഷമായി കഞ്ഞി കുടിച്ച് അല്ലെങ്കിൽ ലോൺ ഇല്ലാതെ അല്ലെങ്കിൽ അത്ര സാമ്പത്തികമായ ഉള്ള പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞു പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള സഹായങ്ങളിലൂടെ അല്ലെ ഇത്തരത്തിലുള്ള അവകാശങ്ങളിലൂടെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളിലൊക്കെ കുറച്ചെങ്കിലും അവർക്ക് ജീവിതത്തെ തിരികെ പിടിക്കാൻ പറ്റുന്നതാണ്. ഈ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് നമുക്ക് കാണുന്നതാണ്.
ഇപ്പം സഭാ നേതൃത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൽമായ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങളെ പറ്റിയും ഒക്കെ തന്നെ ഒരു അവയർനെസ് സമൂഹങ്ങളിലേക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണോ ഇതിന്റെ ഫലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ടിന് വേണ്ടി ശ്രമിക്കേണ്ടത്, രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പിലാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ മറ്റു തലങ്ങളിലാണെങ്കിൽ മറ്റു തലങ്ങളിൽ, കോടതിയിലാണെങ്കിൽ കോടതിയിൽ കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള സംവരണം നേടിയെടുക്കാനായിട്ടും അല്ലെങ്കിൽ ന്യൂനപക്ഷ ആനുകൂല്യം നേടിയെടുക്കാനുള്ള ഒരു 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 സംഘടിത ഒരു സംവിധാനമായിട്ട് സഭാ നേതൃത്വം മാറണം. ഇതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു നോക്കുവാണ്. അതായത് എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ പദവിയും സംവരണവുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുഴുവനായിട്ട് സംവരണമുണ്ട്. അതേസമയം 4% ക്രൈസ്തവ സമൂഹത്തിന് സംവരണമില്ലെന്ന് നേരത്തെയുള്ള ജോസാർ പറയുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭരണഘടനാ ചർച്ചയിൽ അന്ന് പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് ഈ സംവരണ ന്യൂനപക്ഷ വിഷയങ്ങളും. അന്ന് മതപരമായിട്ടുള്ള വിവേചനങ്ങൾ, ഡിവിഷൻസ് ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഈ മതങ്ങള്, ന്യൂനപക്ഷ മതങ്ങളെ പിടിച്ച് ന്യൂനപക്ഷ അവകാശങ്ങളിലേക്ക് അവരെ കൊണ്ടുവരികയും അതേസമയം സംവരണം അവിടെ ഹിന്ദു ഹരിജൻ വിഭാഗത്തിന് 10 വർഷത്തേക്ക് പരിമിതപ്പെടുത്തുകയും ചെയ്തത്. അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് ക്ലോസ് 11.196 നിക്കോൾസ് റോയ് പറയുന്ന JJM നിക്കോൾസ് റോയ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ പല പല സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് സൂചിപ്പിക്കുവാണ്. അതായത് ഇവിടെ HC മുഖർജി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ നേതാവ് തന്നെ കൃത്യമായിട്ടും ഈ ഒരു മതസംവരണം മാറ്റി വെച്ചുകൊണ്ട് ഈ എന്താ പറയുന്നത്, മതങ്ങൾ അവരുടെ സംവരണം മാറ്റി വെക്കണം, പകരം ഇവിടെയുള്ള മതങ്ങൾ ഒരു ന്യൂനപക്ഷ പദവി അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പരിഗണിക്കാം എന്ന രീതിയിലേക്കുള്ള ഒരു ആവശ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HC മുഖർജിയെ പോലുള്ള ഒരു ക്രിസ്ത്യൻ നേതാവൊക്കെ അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ട് കാണും ഇവിടെ ക്രിസ്ത്യാനികളാണ് അവിടെ സംവരണം വേണ്ടെന്ന് വെച്ച് ന്യൂനപക്ഷ അവകാശങ്ങളിലേക്ക് പോയതെന്നൊക്കെ ചില വാദഗതികളൊക്കെ കേൾക്കുന്നതാണ്. അതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്കറിയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സില് ക്ലോസ് 8.92.95 8.92.95 എന്ന് പറയുന്നുണ്ട്. I wish to congratulate my honorable friends here, Sikh representatives, Muslim representatives and the Christian representatives who have readily come forward to accept the withdrawal of reservations. അതായത് മുസ്ലിം റെപ്രസെന്റേറ്റീവ്സ് എല്ലാം തന്നെ അന്ന് ഭരണഘടനാ ചർച്ചയിൽ അവരുടെ സംവരണത്തിന്റെ കാര്യങ്ങളിൽ അവരവരുടെ റെപ്രസെന്റേഷൻ വിട്ടുകൊടുത്തതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴും ക്രിസ്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ് അത് വിട്ടുകൊടുത്തത്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് സംവരണം പോയി, ന്യൂനപക്ഷ പദവി കിട്ടി എന്നുള്ളതാണ്. ഇത് അങ്ങനെയല്ല. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സിഖിനും ജൈനനും ഒക്കെ തന്നെ അവരുടെ സംവരണം അവര് വിട്ടുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ കിട്ടിയിരിക്കുക. ഈ ഒരു മതസംവരണം ശരിക്കും രാജ്യത്ത് ഇല്ലാത്തതാണ്. പക്ഷെ ഇത്തരത്തിലൊരു ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവരണം കേരളത്തിൽ നടപ്പിലാകുകയും അതിലൂടെ ഇവിടെ അസമത്വങ്ങൾ നടപ്പിലാകുകയും ചെയ്യുമ്പോൾ അതിനെപ്പോലും ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പഠനങ്ങൾക്ക് വേണ്ടിയുള്ള എന്താ പറയുക നടപടിക്രമങ്ങളിലേക്ക് പോലും മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഒരുക്കുന്നതും ഇവിടെ ഒരു വർഗീയ വേർതിരിവിനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ നിശബ്ദത കൊണ്ട് മാത്രമാണ്. വ്യക്തമാണ്. വളരെ വ്യക്തമാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജാഗ്രതയോടുകൂടിയുള്ള ഒരു നടപടികളിലേക്ക്, നീക്കങ്ങളിലേക്ക് ക്രൈസ്തവ സമുദായം പോകേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മൈനോറിറ്റിയായി ക്രൈസ്തവ സമുദായം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം സമസ്ത മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കണം. അത് ക്രൈസ്തവരായിക്കോട്ടെ, ഹൈന്ദവരായിക്കോട്ടെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ. പക്ഷേ അർഹതയിൽ നിന്ന് ഒരു അനർഹതയിലേക്ക് അത് പോകുമ്പോഴാണ് അത് ഒരു അപകടകരമായിട്ടുള്ളൊരു പ്രവണതയായി മാറുന്നത്. അതിന് ഭരണകൂടം അതിന് കുടപിടിക്കുമ്പോൾ അത് കൂടുതൽ ഗൗരവമായി മാറുന്നു. അതിനാൽ അത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തുവാൻ ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന് സാധിക്കട്ടെ. നീതി നിഷേധങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടത്തുവാൻ സമുദായ നേതൃത്വങ്ങൾക്ക് സാധിക്കട്ടെ. അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ ക്രൈസ്തവ സമുദായാംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികിൽ, ഒപ്പം തന്നെ അമൽ സറിയക്, രണ്ടുപേർക്കും നന്ദി.